ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇലക്കറികൾ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ ഇല കൊണ്ടുള്ള തോരനാണ് കേട്ടോ. ഉലുവ ഇല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ലീഫാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടുന്നത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉലുവ ഇല. എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്, ഇപ്പം നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ മെയിനായിട്ട് എല്ലാ ദിവസവും ഇവിടുത്തെ ആൾക്കാരുടെ മഹാരാഷ്ട്രൻസിൻ്റെയൊക്കെ ഡയറ്റിൽ ഇത് ഒരു നേരമെങ്കിലും എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇതെന്നല്ല, ഇലക്കറികൾ മെയിനായിട്ട് അവരുടെ ഡയറ്റിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതലും കാണുന്നത് ഈ ഒരു ഐറ്റം തന്നെയാണ്, നമ്മുടെ ഉലുവ ഇല. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇലകൾ മാത്രം നുള്ളിയെടുത്തിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ ഇലകൾ മാത്രം നുള്ളിയെടുത്തിട്ട് ആണ് ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കുക. പക്ഷേ അവരതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി, തക്കാളി, അങ്ങനെയുള്ളതൊക്കെ വഴറ്റിയിട്ട് ചപ്പാത്തിക്കൊക്കെയാണ് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ തോരനായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഇല മാത്രം നുള്ളിയെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ 4 പേർക്ക് കഴിക്കാൻ ഇത് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ ഇലകൾ മാത്രം നുള്ളിയെടുത്താവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, എപ്പോഴും ഇങ്ങനെ കുറച്ച് തണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ നുള്ളിയെടുക്കും കേട്ടോ. ഈ ഒരു പാകത്തിന് ഇങ്ങനെ തണ്ടോട് കൂടി നുള്ളിയെടുക്കും. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ചവർപ്പ് രുചി, നമ്മുടെ മുരിങ്ങയിലൊക്കെ പോലെ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ചവർപ്പ് രുചിയുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഉലുവയില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തണ്ടങ്ങ് എടുത്തിട്ട് നമ്മൾ ചീരരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ നല്ല കയ്പ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തണ്ടെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരിത്തിരി ഉപ്പേരി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് തണ്ടെടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു ചെറിയൊരു ചവർപ്പ് രുചിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി നമ്മൾ നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവം, അതായത് ഉരുളക്കിഴങ്ങ് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇലക്കറികൾ, മുരിങ്ങയിലയായാലും ചീരയായാലും ഒക്കെ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് കടുകിന് പകരം ആദ്യം നമ്മുടെ അരിയാണ് കേട്ടോ മൂപ്പിക്കുക. അത് നമ്മുടെ ചോറ് വെക്കുന്ന പുഴുക്കലരിയില്ലേ, അതാണ് മൂപ്പിക്കുക. അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അത് പൊട്ടിച്ച് അത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്ന സമയത്ത് വെളുത്തുള്ളി നന്നായിട്ട് ഇട്ട് കൊടുക്കും. പക്ഷേ ഇതിപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരുപാട് നേരം നന്നാക്കിയിട്ടാണ് ഇത്രയെങ്കിലും കിട്ടിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് വെളുത്തുള്ളി ചേർക്കും കേട്ടോ, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. പിന്നെ എരിവിന് ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന മുളകാണ് കേട്ടോ. അപ്പോൾ ഈ ചുവന്ന മുളകും വെളുത്തുള്ളിയും കൂടെ നാട്ടിൽ നമ്മൾ പണ്ട് കല്ലിൽ വെച്ച് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ചുവന്ന മുളക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ചതച്ചിട്ടും ചേർത്ത് കൊടുക്കും. ഇനി അത് നന്നായി മൂത്ത് കഴിയുമ്പം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് മെയിൻ കേട്ടോ, നമ്മുടെ തേങ്ങ. നമുക്ക് തോരന് ആവശ്യമുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നമ്മളൊന്ന് ഒരു ഗോൾഡൻ നിറാവുന്നവരൊന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്നിങ്ങനെ വറക്കുമ്പം അതിനൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരുമല്ലേ. നമ്മൾ വറുത്ത തേങ്ങ കഴിച്ച് നോക്കിയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിനൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ നമ്മുടെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, അത് ചെറുതായി അരിഞ്ഞെടുക്കുന്നത്. ചില ആൾക്കാർ പുഴുങ്ങിയിട്ട് പൊടിച്ച് ചേർക്കും. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഈ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വേവിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുമ്പോൾ തന്നെ പൊടിയായി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നാൽ ഉടയാൻ പാടില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടതുപോലെ കാണാൻ വേണം. എന്നാൽ ഞെക്കി നോക്കുമ്പം അത് വെന്തിട്ടുണ്ടാവണമെന്ന് മാത്രം, അല്ലാതെ ഉടഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവണം. പക്ഷേ കാണുമ്പോൾ നമ്മൾ അരിഞ്ഞിട്ട് അതുപോലെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഉലുവയിലയുടെ ആ ഒരു ചവർപ്പ് രുചി കുറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ തേങ്ങ വറുത്ത് ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുന്നത്. ഇനി അത് രണ്ടും നല്ല മൂത്ത് ഉരുളക്കിഴങ്ങ് വന്നതിന് ശേഷം നമ്മളതേ ഉലുവയില ഇട്ട് കൊടുക്കുക. പിന്നെ സാധാരണ പോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, മൂടി വെക്കുക. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചീരത്തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി അത് വേകുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. തേങ്ങയൊക്കെ ഓൾറെഡി ഇട്ടതുകൊണ്ട് തന്നെ ഇനി ഒന്നും ചേർക്കാനില്ല. ഇനി നന്നായി ഇതേ മിക്സ് ചെയ്ത് മൂടി വെക്കുക. ഉലുവയില വേകുന്നത് വരെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഉലുവയില തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ പൊട്ടറ്റോ, തേങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഉലുവയില ഇതുവരെ തോരൻ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ ഒരു ടൈപ്പ് തോരൻ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെയും ഫേവറേറ്റ് ആവും കേട്ടോ ഈ ഒരു ഉലുവയില തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.